വിത്ത് മൈ ബുക്ക് ഷെൽഫ് വിത്ത് അഞ്ജന. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, ഞാൻ ഈ തംബ്നെയിലിൽ പറഞ്ഞ മാതിരി തന്നെ മലയാളികളായിട്ട് കുറച്ച് ആൾ ഫോണൊക്കെ ഒന്ന് എടുത്ത് വെക്കി, ഇനി നമുക്ക് വായിച്ചൊക്കെ തുടങ്ങാം. യെസ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് വായനയിലേക്ക് ഇപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, വായനയിലേക്ക് കുറേ പേര് ഇപ്പോൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയ പോലെ കുറേ പേര് ഫുൾ ഫോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ എൻഗേജ്ഡ് ആണ്. ആ ഒരു ലൈഫിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് പേരൊക്കെ ബുക്സൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു കാലയളവിൽ തന്നെ. അതിൽ കൂടുതൽ മാറ്റം കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി തന്നെയാണ്. കാരണം റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പോലും സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടായാലും ബുക്ക് മേടിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ആ ഒരു ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി കുറേ പേര് ബുക്സൊക്കെ വായിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അതിൽ തന്നെ കുറേ പേര് ആൾക്കാർ എന്താ പറയുക, ബുക്സ് വായിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഫോണും കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണം അവർക്ക് അതിൽ നിന്നൊന്നും വിട്ട് ബുക്ക് വായനയിലേക്ക് വരാൻ പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെ വിടുപോലെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇനി വായിച്ചു തുടങ്ങാന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെയധികം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, വാട്സാപ്പ് എല്ലാത്തിലും ഉണ്ട് ആൾക്കാർ കയറിങ്ങിട്ട് മേയാണ്. അപ്പോൾ കൂടുതൽ സ്ക്രീൻ ടൈം കൂടി വരികയാണ്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഈവൻ ഞാൻ പോലും ഒരുപാട് നേരം കുത്തി ഇരിക്കും ഫോണിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച്, അത് ചേഞ്ച് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമുക്ക് ആ ഒരു സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായി കുറച്ച് ബുക്ക് വായനയിലേക്കൊക്കെ ഒന്ന് കടന്നാൽ എങ്ങനെ ഉണ്ടാവും, നല്ലതായിരിക്കില്ലേ? അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വലിയ ടിപ്സൊന്നുമില്ല. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം മേടിച്ച് വായിച്ച് ഫുൾ അങ്ങോട്ട് തീർക്കാനൊന്നും പറ്റുന്നൊന്നും ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയുന്നില്ല. എന്നാലും നമുക്ക് ചെറിയൊരു ശ്രമം, ഈ ഒരു സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് ബുക്കൊക്കെ വായന തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ചേഞ്ച് നമ്മളിൽ വരില്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 hour ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? 1 hour എന്നല്ല, അതൊക്കെ ഏറ്റവും കുറവെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, 1 hour ഫോൺ യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1 hourൽ നിന്ന് നിങ്ങളൊരു ടൈം പീരീഡ് വയ്ക്കുക. ഇതിൽ നിന്നൊരു 5 മിനിറ്റ് നിങ്ങൾ എടുത്താൽ മതി. ഈ ഒരു 5 minutes നിങ്ങൾ ഒരു പുസ്തകം മേടിക്കുക. ആ ഒരു 5 minutes ആ ബുക്ക് വായിക്കുക. ആ ബുക്ക് വായിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് പെട്ടെന്ന് തന്നെ വായിക്കണമെന്നില്ല. ആ ഒരു 5 minutes ആ ബുക്കൊക്കെ ഒന്ന് നോക്കി പേജൊക്കെ ഒന്ന് മറിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ആ ബുക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വായിച്ച് തുടങ്ങും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന അവേഴ്സിൽ നിന്ന് എല്ലാത്തിനും ഒരു 5 minutes വെച്ച് നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ബുക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഫസ്റ്റത്തെ ടിപ്പ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇപ്പോൾ ഏത് ബുക്കാണ് ഞാൻ മേടിച്ച് വായിക്കുക, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മലയാളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മലയാളം തന്നെ വായിക്കണമെന്ന് ഞാൻ പറയില്ല, ഇംഗ്ലീഷ് തന്നെ വായിക്കണമെന്നും പറയത്തില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ചെറിയൊരു പുസ്തകത്തിന് തുടങ്ങാം. ലൈക്ക് ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഐ തിങ്ക് ഷോർട്ട് സ്റ്റോറി ബുക്ക് ഒരെണ്ണം മേടിക്കുക, അതൊന്ന് മേടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫോണിൽ നിന്ന് നമ്മൾ 1 hour യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 5 minutes എടുക്കുക. ആ ഒരു 5 minute ഈ ഒരു ബുക്ക് ഇപ്പോൾ നമ്മൾ ഇന്നാണ് മേടിച്ചതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒക്കെ ഒന്ന് കവറൊക്കെ ഒന്ന് മറിച്ച് ആ റൈറ്ററെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഗ്രോ ചെയ്ത് കൊണ്ടുവരണം നമ്മുടെ ഹാബിറ്റ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് അത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ വായന താല്പര്യമുള്ള ആൾക്കാർക്ക്, വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വായിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഫോണൊന്നും എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർക്ക് വേറൊരു ടിപ്പുണ്ട്. നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ബുക്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു തുടങ്ങാം. ലൈക്ക് എന്തൊക്കെ ബുക്സ് ബിഗിനേഴ്സിന് വായിക്കാം, ഏതൊക്കെ ബുക്കായിരിക്കും നല്ലത്, ഇതുപോലത്തെ ബുക്ക് റിവ്യൂ വീഡിയോസും കാര്യങ്ങളും, അങ്ങനെ ബുക്ക് റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ നിങ്ങൾ കൂടുതൽ ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു തുടങ്ങാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രചോദനമൊക്കെ വരും. കൊള്ളാല് സംഭവം ആൾക്കാരൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്ന് നമുക്ക് മേടിച്ച് വായിച്ചാൽ എന്താ എന്നൊക്കെ തോന്നും ചിലപ്പോൾ ചിലവർക്ക്. എല്ലാവർക്കും ഇല്ല, ചിലവർക്ക് ഇങ്ങനെ തോന്നിക്കൂടായില്ലല്ലോ. അങ്ങനെ അതാണ് ടിപ്പ് നമ്പർ 3. ഇനി ടിപ്പ് നമ്പർ 4.
ബുക്കൊന്നും മേടിച്ച് കഷ്ടപ്പെട്ടൊന്നും ഈ 5 മിനിറ്റ് ഒന്നും മാറ്റി വെച്ച് എനിക്ക് ബുക്കിന് വേണ്ടി ബുക്കൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിരുന്ന് വായിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു ടിപ്പ്, നമുക്ക് ഓഡിയോ ബുക്സും കിൻഡിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഓൺലൈനായിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങാം. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് നമുക്ക് ഈ ബുക്സൊക്കെ വായിക്കുമ്പോൾ ഇത്തിരി ക്ലീശയായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അങ്ങനെ തോന്നാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ക്ലീശ അങ്ങനെ തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ് സീരീസ് ഒക്കെ ഉണ്ട്, വെബ് ടൂൺസ്, അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വായിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്സിലോട്ട് മാറാൻ പറ്റും. അതൊരു വലിയൊരു ഐഡിയ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ബുക്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കിൻഡിൽ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഫോൺ എടുത്ത് മാറ്റി വെക്കാൻ പറ്റാത്തവർക്ക് ഫോണിൽ തന്നെ വായിക്കാം. അങ്ങനത്തെ സംവിധാനങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. സോ അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി വരുന്ന വീഡിയോസിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബുക്സിൻ്റെ റിവ്യൂസ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്കിൻ്റെ സജഷൻ നമുക്ക് കോമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ബുക്സിനും അതിനെക്കുറിച്ച് സംസാരിച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.